ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റെയിനിങ് വോയിസ്. അപ്പൊ ഞങ്ങള് പുതിയ വീഡിയോ ഞങ്ങളിപ്പോ സർപ്രൈസ് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ സെർച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ റെന്റൽ ഹൗസിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഈ പുറകെ കാണുന്നതാണ് കേട്ടോ, ഈ കാണുന്നതാണ് നമ്മുടെ ഹൗസ്. അപ്പൊ ഞാൻ ഇവിടെ വീട്ടിൽ വന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു നമുക്ക് ഒരു സർപ്രൈസ് ഉണ്ട് പുറത്ത്. അപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞ് ഏറ്റവും അവസാനം ഞാൻ ആ സർപ്രൈസ് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. അപ്പം നിങ്ങളും ആ സർപ്രൈസിന് വേണ്ടി കാത്തിരിക്കുക. നമുക്ക് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എന്നോട് പറഞ്ഞു എന്താന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് അവസാനം കാണാം. ബാ, നമുക്ക് ആദ്യം വീട് ഒന്ന് കാണാം. അപ്പം ഇത് നമ്മുടെ ഗ്യാരേജ് ആണ്. ഗ്യാരേജിന്റെ നമുക്ക് ഓട്ടോമാറ്റിക് ഓപ്പണിംഗ് ഒക്കെ ഉള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ. പുറത്തും വണ്ടി ഇടാനുള്ള സ്ഥലമുണ്ട്. ഗ്യാരേജ് അകത്തോട്ട് കയറാൻ ഇങ്ങനെ ഒരു വാതിലുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ട് ഡോർ ഇതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഫ്രണ്ട് ഡോറിൽ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഒരു വലിയ റൂമാണിത്. അപ്പം ഇതിൻ്റെ കുറച്ച് കർട്ടൻ വർക്കൊക്കെ കഴിയാനുണ്ട്. അതിൻ്റെ അറ്റാച്ച്ഡ് നമുക്ക് ബാത്റൂം ഉണ്ട്. പിന്നെ ഇതൊരു വാക്കിൻ വാർഡ്രോബാണ്. നമ്മൾ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ബാത്റൂം. ഇവിടെ നമുക്ക് ബാത്തും ഒരു ഷവറും പിന്നെ ഒരു വാഷ് ബേസിനും കണ്ണാടിയൊക്കെ ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഒറ്റ ബാത്റൂമുള്ളൂ മൊത്തത്തിൽ. അപ്പം അതിന് 2 വാതിലായിട്ടുള്ള സെറ്റപ്പാണ് കേട്ടോ. അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ നമുക്കൊരു ടോയ്ലറ്റ് സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നേരെ അതെ ഇവിടെ ഒരു വാഷ് ബേസിൻ വേറെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ, ഇത് ഒരു റൂം. സെയിം വലിപ്പത്തിൽ തന്നെ ഇപ്പുറത്ത് വേറൊരു റൂമുണ്ട് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കബോർഡ് ഉണ്ട്. ഉണ്ടോ, 2 വലിയ കബോർഡ് ഉണ്ട്. പിന്നെ ഇതൊരു ടോയ്ലറ്റാണ്. സ്ലൈഡ് ഡോറൊക്കെ ആയിട്ട് ടോയ്ലറ്റ്. ഇവിടെ പിന്നെ ഇത് നമ്മുടെ ലോണ്ടറി ഏരിയ ആണ്. പിന്നെ നമ്മുടെ അടുക്കള. ഈ ഫ്ലോറിങ് ഇപ്പം ചെയ്തോളൂ. ഇത് മാറ്റായിരുന്നു. മാറ്റ് മാറ്റി ഇപ്പം അത് വുഡൻ ടൈൽസ് ആക്കിയേക്കുവാണ്. വിശാലമായ അടുക്കളയുടെ പരിസരത്തുള്ള ലിവിങ് ഏരിയ ആൻഡ് നമ്മുടെ ഡൈനിങ് ഏരിയ ആണ് ഈ കാണുന്നത്. ഫർണിച്ചേഴ്സൊക്കെ വരണം. നല്ല എക്കോയാണ് ഇവിടെ. ഇപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ കിച്ചണിൻ്റെ ഫ്രിഡ്ജ് വെക്കാനുള്ള സ്ഥലമുണ്ട്. ഇത് AC സ്വിച്ചാണ് കേട്ടോ. AC സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് ഏരിയ ഉണ്ട്. ഇങ്ങനെ നമുക്ക് ഗ്യാസിൻ്റെ സ്റ്റൗ കിട്ടിട്ടോ. അവിടെ ആദ്യത്തെ ഇതിൽ ഏറ്റവും വലിയ സങ്കടമായിരുന്നു ഗ്യാസിൻ്റെ സ്റ്റൗ ഇല്ല എന്നുള്ളത്. ഗ്യാസിൻ്റെ സ്റ്റൗ കിട്ടി. ഇവിടെ ഇഷ്ടംപോലെ ഏരിയ ഉണ്ട്. ഇവിടെ നമ്മുടെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒക്കെ വന്ന് തുടച്ചത് ജസ്റ്റ് തുടച്ച് ആ വെറ്റായി കിടക്കുന്ന സീനാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ എന്താ പുറത്ത് ഇതാണ് നമ്മുടെ ബാക്ക് ഏരിയ. ഇപ്പോൾ ബാക്ക് ഏരിയ കുറച്ച് അത്യാവശ്യം സ്ഥലമുണ്ട്. പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇതിൻ്റെ സൈഡിലുള്ള ഏരിയ ആണ്. അപ്പുറത്തെ വീടും ഇതും തമ്മിൽ ഇത്ര ഏരിയ അപ്പുറം ഉണ്ട്. ഗ്യാരേജിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാം. നമുക്ക് നമ്മുടെ ലോണ്ടറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ വാതിലുണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡിലും ഇങ്ങനെ തന്നെ ഏരിയ. നമ്മുടെ AC ആണ് കേട്ടോ. കഴിഞ്ഞ് നമുക്കിവിടെ പുല്ലുള്ള കുറച്ച് ഏരിയ ഉണ്ട്. പുല്ല് വെട്ടാനുള്ളൊരു സീനൊക്കെ ഉണ്ട് നമുക്കിവിടെ. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണമെങ്കിൽ അതിന് ഇവിടെ ഏരിയ. സർപ്രൈസ് വരാൻ പോവാണേ. സർപ്രൈസ് കാണണോ? കൊച്ചിന് സർപ്രൈസ് കാണണോ? എന്തായിരിക്കും സർപ്രൈസ്? സർപ്രൈസിന് കാത്തു നിൽക്കുകയാണേ. അങ്ങോട്ട് പോ. നാണിയമ്മയുടെ പുറകെ പോ. ഇവിടെ നമ്മുടെ ഇത് അഴയാണ് കേട്ടോ. പുറത്തോട്ടൊരു ഡോറുണ്ട്. ദീക്കടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ശരിയാണല്ലോ. അത് ഞാൻ കണ്ടില്ല കേട്ടോ. ഇത് നാരകോ ഓറഞ്ചും ഒക്കെ നിൽക്കാണ്. ഇല്ല, ഇത് വേറെ പാർക്കാ. ജസ്റ്റ് വാതിൽ തുറന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന പാർക്കിലേക്കാണെന്നുള്ളതാണ് ഇവിടുത്തെ രസം. ഇവിടെ ഊഞ്ഞാലുണ്ട്, കളിച്ച് നടക്കാൻ. എൻ്റെ പൊന്നോ, ഫുൾ മരത്തിൻ്റെ സാധനങ്ങളാണ്. അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? സർപ്രൈസ് ഇഷ്ടപ്പെട്ടോ? സർപ്രൈസ് ഇഷ്ടപ്പെട്ടോ? ഇങ്ങോട്ട് നോക്കിയേ, പറഞ്ഞേ.
ഫുൾ എക്സ്പ്ലോർ ചെയ്യാണ്, ഫുൾ എക്സ്പ്ലോർ. അല്ല ഇത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് നമുക്ക് ഇറങ്ങാം, കുഴപ്പമൊന്നുമില്ല. റിസപ്ഷൻ വിടാനെന്ന് പറഞ്ഞാൽ സ്കൂളിലേക്ക് വിടുന്നത്, ഇവിടുന്ന് സ്കൂളിലേക്ക് അങ്ങനെ ഇറക്കി വിടുക, ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരിക. നല്ല എന്തായാലും അതെ, സ്കൂൾ ടൈം അല്ലാത്ത എപ്പോ വേണമെങ്കിലും കളിക്കാം. ശനി ഞായർ ഫുൾ ഫ്രീ. ആ പെട്ടു പിള്ളേര് കയറണ്ടേല് വലിയൊരു കയറി എങ്ങനെ ഇരിക്കും അല്ലേ കുഞ്ഞിപ്പണേ? ആ തലയിടിക്കല്ലേ? ആ അയ്യോ കൊച്ചിനേക്കാൾ ഇഷ്ടപ്പെട്ടത് വേറെ ചിലർക്കാണ്. ഇത് പാർക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പുറത്തേക്ക് ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടം വരെ നോക്കാം. ഇവിടെ ഒരു എന്താ പറയുക, ബാസ്ക്കറ്റ് ബോളിൻ്റെ സെറ്റപ്പാണ് കേട്ടോ. അതെ, ബാസ്ക്കറ്റ് ബോൾ കളിക്കുക. അവിടെ ചെറിയൊരു ഇതാ വെച്ചേക്കുന്നത്, അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്നുണ്ട്. ബാസ്ക്കറ്റ് ബോളിൻ്റെ 2 ചെറിയ കോർട്ട്. ഇത് ഇവിടെ ഒരു വലിയൊരു ഗ്രൗണ്ട്. കൊള്ളാലോ ഇത്. ക്രിക്കറ്റ് പിച്ച് ഉണ്ടല്ലോ, അതേ കണ്ടോ, പ്രാക്ടീസ് ചെയ്യാനുള്ള ക്രിക്കറ്റ് പിച്ച്. മറിഞ്ഞു കാടല്ലേ? ആപ്രിക്കോട്ടിലിരുന്ന് നല്ല അടിപൊളിയായിട്ട് 2 തത്തകളിരുന്ന് ആപ്രിക്കോട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പറന്നു പോവും. ഇത് പറത്താൻ ഒരാൾ പോകുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ആപ്പിളൊക്കെ കാണാം. അപ്പം നമുക്ക് അതീക്കടെ ഒരു ഗേറ്റ് ഉണ്ട്. നമുക്ക് പയ്യെ പുറത്തേക്ക് ഇറങ്ങി നോക്കാം. വാ കുഞ്ഞിപ്പണേ, വാ നമുക്ക് പോയി കാണാം അവിടെ എന്തൊക്കെയുണ്ടെന്ന്. ഈ കാണുന്നതാണ് മാരിയോൺ പ്രൈമറി സ്കൂളാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് ഗ്രൗണ്ട് വേറെ ഉണ്ട്. നല്ലൊരു ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ പറ്റിയ നല്ലൊരു കോർട്ട്, ഇവിടെ വലിയൊരു കോർട്ട്. അതിൻ്റെ പാർക്കിംഗ് ഏരിയ ആണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ മൊത്തം ആപ്രിക്കോട്ട് പിഞ്ച് നല്ല മഞ്ഞ കളറായി കഴിയുമ്പോൾ അത് കഴിക്കാൻ പറ്റും. ആ പീറാണല്ലോ. വീടിന്റെ ബാക്കിൽ ഒരു ആപ്പിള്, ഒരു ഓറഞ്ച്, ഒരു പീറ്, ഒരു ആപ്രിക്കോട്ട്. വാവ്, ഒരു നാരങ്ങ. ഇതേ നിലത്തി ചാടി കറങ്ങു. ഇതേ എന്തൂരം നിലത്തി ചാടി കറങ്ങി. ഇതെന്നാ അത്? അയ്യോ ഇതെന്നാന്ന് മനസ്സിലായില്ല കേട്ടോ. എടാ ഇതെന്താ അത്? ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കേണ്ടി വരും ഇതെന്നാന്ന്. ആ അതെ ആപ്പിള്. പക്ഷെ ഇത് മൊത്തം കിളികൾക്ക് വെച്ചേക്കുന്നതാന്ന് തോന്നുന്നു. നാരങ്ങയൊക്കെ പറിക്കാൻ കിട്ടും, ബാക്കിയൊന്നും പറിക്കാൻ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏതോ പിള്ളേര് കയറ്റി വെച്ചേക്കുന്നതാണ്ടോ. ഹായ്, എന്താ സെറ്റപ്പ്. വീട്ടിൽ കയറിയോ? വീട് ഇഷ്ടപ്പെട്ടോ? വീട് ഇഷ്ടപ്പെട്ടോ കുഞ്ഞിപ്പേട്ടെ? വീട് ഇഷ്ടപ്പെട്ടോ? ആ എങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ പോയാലോ? ബാ. അപ്പോൾ അങ്ങനെ നമ്മൾ വീടും കണ്ടു, വീടിൻ്റെ പുറത്തുള്ള സർപ്രൈസും കണ്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കൊച്ചിനെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇഷ്ടംപോലെ ഏരിയയാണ് കളിച്ച് നടക്കാൻ കിട്ടിയേക്കുന്നത്. അതും തൊട്ട് വീടിൻ്റെ പുറത്ത്. ഈ കാണുന്നതാണ് നമ്മുടെ ഗേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് തീർച്ചയായിട്ടും താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. എവിടെ ബൈ ബൈ? എവിടെ? ഭയങ്കര തിരക്കായി.